മാതാപിതാക്കളെ സാമ്പത്തികമായി സഹായിക്കില്ല എന്ന് പറഞ്ഞതിന് ഞാൻ തെറ്റുകാരനോ? ചെറുപ്പം മുതൽ ഞാനായിരുന്നു എപ്പോഴും സ്വയംപര്യാപ്തതയുള്ള കുട്ടി. എല്ലാം തനിയെ ചെയ്യുന്ന, കൂടുതൽ മാർക്ക് വാങ്ങുന്ന, എപ്പോഴും സ്കോളർഷിപ്പുകൾ നേടിയിരുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന മകൻ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ കിട്ടുന്ന ജോലികൾ ചെയ്തു തുടങ്ങി. കോളേജിനടുത്ത് ഇടുങ്ങിയ ചെറിയ വാടകമുറിയിൽ താമസിച്ച് പണം ലാഭിക്കാനായി ചിലനേരം ഭക്ഷണം പോലും വേണ്ടെന്ന് വച്ച് പറ്റുന്നതിൽ വച്ച് ഏറ്റവും ചെറിയ വിദ്യാഭ്യാസ ലോണിലാണ് ഞാൻ കോളേജ് പഠനം പൂർത്തിയാക്കിയത്. എന്നാൽ എന്റെ അനുജൻ അലക്സ് അങ്ങനെ ആയിരുന്നില്ല. എപ്പോഴും മാതാപിതാക്കളുടെ പ്രിയപ്പെട്ടവൻ. അവൻ 18 തികഞ്ഞ് ലൈസൻസ് എടുത്തപ്പോൾ തന്നെ അപ്പൻ വീട്ടിലേക്ക് പുതിയ കാർ വാങ്ങി. അറിയപ്പെടുന്ന പ്രൈവറ്റ് കോളേജിൽ മുഴുവൻ പണവും വീട്ടുകാർ തന്നെ മുടക്കി പഠിപ്പിച്ചു. ഹോസ്റ്റൽ ജീവിതം മടുത്തു എന്ന് പരാതി പറഞ്ഞപ്പോൾ വീട്ടുകാർ തന്നെ പുറത്ത് നല്ല വാടക വീട് എടുത്തു നൽകി. അവൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്റെ വീട്ടുകാരുടെ സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെട്ടതിനാലായിരിക്കാം ഇങ്ങനെ അവന് മികച്ച സൗകര്യങ്ങളൊക്കെ ലഭിച്ചത് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ടുതന്നെ ഞാൻ ആരോടും പരാതി പറഞ്ഞിട്ടില്ല. എന്നാൽ കഴിഞ്ഞ മാസം എന്റെ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ഒരു വലിയ തുക ഞാൻ പേഴ്സണൽ ലോൺ എടുത്ത് നൽകുമോ എന്ന് ചോദിച്ചു. വീട്ടിലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയും അപ്പൻ കുറെ നാളുകൾക്ക് മുമ്പ് എടുത്ത ചില കടങ്ങൾ തീർക്കാനും വേണ്ടിയാണിത് എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നോട് അധികം സംസാരിച്ചില്ലെങ്കിലും അവർക്ക് അത്യാവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നാലും ഉള്ളിൽ എന്തോ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഞാൻ തുറന്നു ചോദിച്ചു, എന്തുകൊണ്ടാണ് അലക്സിന് എല്ലാം ചെയ്തു കൊടുക്കുകയും എന്നാൽ എനിക്ക് സഹായം വേണ്ട കാലത്ത് ഒന്ന് ലഭിക്കാതിരിക്കുകയും ചെയ്തതെന്ന്. ആദ്യം കൃത്യമായ മറുപടി തന്നില്ലെങ്കിലും കുറച്ചു സമയത്തിനുശേഷം അവർ തുറന്നു സമ്മതിച്ചു. അലക്സിനു വേണ്ടി മുടക്കിയ പണം ഞങ്ങളുടെ രണ്ടുപേരുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്വരൂപിച്ച പണമായിരുന്നു. എന്നാൽ ആ സമയത്ത് അലക്സിനാണ് അതിനെ ആവശ്യം എന്ന് അവർക്ക് തോന്നുകയും അങ്ങനെ ചിലവഴിക്കുകയും ചെയ്തു. ഞാൻ ഞെട്ടിത്തരിച്ചുപോയി. പഠിക്കുന്ന കാലത്ത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ വേണ്ടി ഭക്ഷണം പോലും ഒഴിവാക്കേണ്ടിവന്ന കാലമോർത്ത് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്നാൽ എന്റെ സഹോദരൻ ഇപ്പോൾ ഒരുപാട് സമ്പാദിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഒരു വിദ്യാഭ്യാസ ലോൺ പോലുമില്ലാതെ യാതൊരു ബുദ്ധിമുട്ടും അറിയാതെയാണ് അവൻ വളർന്നത്. ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചു, എനിക്കും ആവശ്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? അവർ മറുപടി പറഞ്ഞു, നിനക്ക് എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും പക്വതയുമുണ്ട്. അതിനാൽ അലക്സിനാണ് കൂടുതൽ സഹായം വേണ്ടതെന്ന് ഞങ്ങൾക്ക് തോന്നി. നീ മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ കരുതി. എനിക്ക് അവരെ സഹായിക്കാൻ ആവില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. ഞാനൊരുപാട് വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്ത ആളാണ്. ഇപ്പോഴാണ് ജീവിതത്തിന് ഒരു സ്ഥിരത വന്നു തുടങ്ങിയത്. തരക്കേടില്ലാത്ത സാമ്പത്തികവും നല്ലൊരു ജോലിയും താമസസ്ഥലവും ഇന്നുണ്ട്. അത് ഒരുപാട് ത്യാഗങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും ഫലമാണ്. ഇപ്പോഴും ബാധ്യതകൾ തീർന്നിട്ടില്ല. അവരെ സഹായിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് തീർച്ചയായും എന്നെ സാമ്പത്തികമായി ബാധിക്കും. എപ്പോഴും ത്യാഗം ചെയ്ത് എനിക്ക് മടുത്തു. എന്നാൽ ഇപ്പോൾ അലക്സും എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന മകൻ എന്ന നിലയ്ക്ക് ഇത് എന്റെ കടമയാണെന്നും പണ്ടെങ്ങോ നടന്ന ഒരു കാര്യത്തിനു വേണ്ടി ഞാൻ അവരെ ശിക്ഷിക്കുകയാണെന്നുമാണ് അവൻ പറയുന്നത്.